ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2024 ജൂലൈ മാസഫലം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ജൂലൈ മാസം എങ്ങനെയാകും. ഇപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശ്യാധിപൻ അഥവാ ലഗ്നരാശ്യാധിപനായിട്ടുള്ള കുജൻ തുടക്കത്തിൽ ജന്മരാശിയിൽ ബലവാനായിട്ട് നിൽക്കുന്ന സമയമാണ്. 12 ആ കുജൻ 2ാം ഭാവരാശിയിലേക്ക് രാശി മാറും. അതുപോലെ 3 നിൽക്കുന്ന സൂര്യൻ 16 4 രാശി മാറുന്നു. 4 നിൽക്കുന്ന ബുധൻ 19 5 രാശി മാറുന്നു. ഗുരു ആണെങ്കിൽ 2ാം ഭാവരാശിയിൽ സ്ഥിതി തുടരുന്നു. 3 നിൽക്കുന്ന ശുക്രൻ ജൂലൈ 7 4 രാശി മാറുന്നു. ശനിയാണെങ്കിൽ 11 വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. രാഹു 12 കേതു 6 സ്ഥിതി തുടരുന്നു. അപ്പോൾ ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രഹഗോചര സ്ഥിതി അനുസരിച്ച് മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യം, അവരുടെ തൊഴിൽ, ബിസിനസ്, വിദ്യാഭ്യാസം, ധനം, വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയാകും എന്നുള്ള ഒരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത്. അതേസമയം ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ജാതകത്തിൽ അവരുടെ ഗ്രഹസ്ഥിതി എങ്ങനെയാണ്, ഇപ്പോൾ അവർക്ക് നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം അവയൊക്കെ ഏത് ഗ്രഹങ്ങളുടേതാണെന്നും അവ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ എന്നുള്ളതിനെ ആശ്രയിച്ച് ഈ പൊതുഫലത്തിൽ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും എന്നും കൂടെ അറിയുക. അതുകൊണ്ടാണ് ഒരേ നക്ഷത്രത്തിൽ പെടുന്നവർക്കും ഒരേ ലഗ്നക്കാർക്കും വ്യത്യസ്ത ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. അപ്പം ഇവയൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മരാശ്യാധിപൻ കുജൻ ജൂലൈ 11 വരെ ജന്മരാശിയിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുകയാണ്. രുചക യോഗത്തോടു കൂടി നിൽക്കുന്ന സമയമാണ്. പൊതുവെ ഉന്മേഷം, ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമായിരിക്കും. പ്രതിരോധ ശേഷിയൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ ശനിയാണെങ്കിൽ ജന്മരാശിയിൽ വക്രശനിയാണ്. 11 നിൽക്കുന്ന ശനി വക്രത്തിൽ ജന്മരാശിയിലും അതുപോലെ 5 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12 മുതൽ കുജനും 5 ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അത് ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ്, ഗ്യാസ് ട്രബിള് ഇത്യാദി പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ 16 മുതൽ സൂര്യൻ 4 രാശി മാറുന്നു. കുജൻ 12 വരെ ആ 4 ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടിയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ അല്പം ടെൻഷനും ഒരു സന്തോഷക്കുറവിനുമൊക്കെ സാധ്യത ഉണ്ട് ആദ്യ 2 വാരം. അതുപോലെ തന്നെ യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ കെയർ വേണ്ടുന്ന സമയമാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യത്തിലുമൊക്കെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ശനിയും കുജനുമൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെ ആയതുകൊണ്ട് യാത്രകളിൽ ഒക്കെ ഒരു കെയർ വേണം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി ഇവയൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അവയിലൊക്കെ ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി നമുക്ക് ഇവരുടെ തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ തൊഴിൽ സ്ഥിതി ചിന്തിക്കുമ്പോൾ കർമ്മഭാവാധിപനായിട്ടുള്ള ശനി 11 നിൽക്കുകയാണ്. 11 വക്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ കർമ്മസ്ഥാനത്ത് ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ബുധൻ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ 7 മുതൽ ശുക്രനും 16 മുതൽ സൂര്യനുമൊക്കെ ഈ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊഴിലിൽ പൊതുവെ ഈ
തൊഴിൽ നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് തന്നെ പറയാം. അതുപോലെ തൊഴിലിലെ വീഴ്ചകൾ അവ കറക്റ്റ് ചെയ്ത് പോകുന്നതിനൊക്കെ ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. അപ്പോൾ അവസാന രണ്ടുപേരൊക്കെ ആവുമ്പോൾ തൊഴിലിൽ വലിയ മുന്നേറ്റം, വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് തൊഴിൽ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. കാരണം ബുധനും ശുക്രനും രവിയും ഗുരുവും ഒക്കെ തന്നെ ആ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ പൊതുവിൽ തൊഴിൽ ചെയ്യുന്നവർക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഒക്കെ തന്നെ കർമ്മനേട്ടം, തൊഴിൽ ഭാഗ്യം ഒക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുപോലെ ഈ സർക്കാർ നടത്തുന്ന ഉന്നത പരീക്ഷകളിൽ അപ്പിയർ ചെയ്യുന്നവർ, ഇപ്പോൾ ഉയർന്ന പരീക്ഷ, സിവിൽ സർവീസ് പോലെയൊക്കെയുള്ള ഉയർന്ന പരീക്ഷകളിലൊക്കെ അപ്പിയർ ചെയ്യുന്നവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയുന്ന സമയമായിട്ടും കാണുന്നുണ്ട്. അതേസമയം കർമ്മഭാവാധിപനായിട്ടുള്ള ശനി വക്രത്തിലായതുകൊണ്ട് തൊഴിലിടത്ത് ഒരു ജാഗ്രത വേണം. അതായത് നിർദ്ദിഷ്ട സമയത്ത് വർക്ക് ചെയ്ത് തീർക്കുവാനുള്ള ഒരു ജാഗ്രത ഈ കുറുകാരുടെ ഭാഗത്ത് വേണം. മാത്രമല്ല തൊഴിൽ സംബന്ധമായിട്ടുള്ള എന്ത് തീരുമാനം എടുക്കുമ്പോഴും അതിലും ഒരു ജാഗ്രത വേണം. സഡനായിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരിക്കുക. അതുപോലെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ്. രാഹുവൊക്കെ 12 നിൽക്കുന്ന സമയമാണ്. അതുപോലെ ആ ഗുരു ആണെങ്കിൽ കർമ്മസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നു. ഗുരു 12ാം ഭാവാധിപനും കൂടെയാണ്. ഇപ്പോൾ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രനാണെങ്കിൽ 3, 4 ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന സമയമാണ്. അതുപോലെ കുജനും ഗുരുവും ഒക്കെ തന്നെ ധനസ്ഥാനത്ത് യോഗം വരുന്നുണ്ട്. ഇവയെല്ലാം ബിസിനസ്സിന് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത്. ശുക്രൻ 7 സുഖസ്ഥാനത്ത് വരുന്നുണ്ട് 4ാം ഭാവരാശിയിൽ. ഇപ്പം ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ സുഖസ്ഥാനത്ത് ഉണ്ട്. അതിനുശേഷം ആ ബുധൻ 5ലേക്കും സഞ്ചരിക്കുന്നു. ഇപ്പം ശുക്രൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി പൊതുവെ ബിസിനസ് എക്സ്പാൻഷനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതുപോലെ ബിസിനസ് എക്സ്പാൻഷന് ഇപ്പോൾ സർക്കാരിൻ്റെ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. അതുപോലെ വിദേശ വിപണനം നടത്തുന്നവർക്കും അവർക്ക് അവിടെ ഉള്ള എന്തെങ്കിലും പ്രയാസങ്ങളോ തടസ്സങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ മാറുന്നതിനും വിദേശ വിപണനമൊക്കെ ശക്തമാകുന്നതിനും ഗ്രഹസ്ഥിതി അനുകൂലമാണ്. ഇനി ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ സ്ഥിതി വളരെ അനുകൂലമാണ്. 5ൽ ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ 5ാം ഭാവം ശനിയുടെ ശത്രുരാശിയാണ് എന്ന് മനസ്സിലാക്കുക. എങ്കിലും ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ്. മാത്രമല്ല ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ശനിയുടെ 5ലെ ദൃഷ്ടി എന്ന് പറയുന്നത് വലിയ ദോഷം ചെയ്യില്ല. പഠനത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് മനസ്സിലാക്കുക. പഠനത്തിൽ ഫോക്കസ് ചെയ്യുന്നവർക്ക് നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനാകും. അതുപോലെ പരീക്ഷകളിലൊക്കെ മികവ് പുലർത്തുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ്. പൊതുവെ കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും. അതുപോലെ ഈ വിദേശത്തൊക്കെ ഉന്നത പഠനത്തിനൊക്കെ തയ്യാറാകുന്നവർക്ക് വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവയുടെ തടസ്സങ്ങളൊക്കെ മാറുകയും ആ വായ്പകളൊക്കെ കിട്ടുന്നതിനൊക്കെ അനുവദിച്ച് കിട്ടുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. വിദേശ പഠനത്തിനൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ ഗുരു ധനസ്ഥാനത്ത് ആണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ലഗ്നാധിപനായിട്ടുള്ള ജന്മരാശ്യാധിപനായിട്ടുള്ള കുജനൊക്കെ 12ാം തീയതിയൊക്കെ ആവുമ്പോൾ ആ ധനസ്ഥാനത്ത് ഗുരുവുമായിട്ടൊക്കെ യോഗം വരുന്നു. ഒരു ഗുരു മംഗള യോഗമൊക്കെ 2ാം ഭാവരാശിയിലൊക്കെ വരുന്നു. അതൊക്കെ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതി എന്ന് പറയാം. അതുപോലെ കുടുംബത്തിൽ മംഗളകാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഗുരു 12ാം ഭാവാധിപതിയും കൂടിയാണ് എന്നുള്ളതിനാൽ മംഗളകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവ് കൂടുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതേസമയം ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7 മുതൽ സുഖസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ ധനപരമായിട്ടുള്ള ഒരു സുഖം അവർക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേസമയം 12ലെ രാഹു ചെലവ് കൂടുന്നതിൻ്റെ സ്ഥിതി സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് കഴിവതും നമുക്ക് രാഹുവൊക്കെ 12 നിൽക്കുക എന്ന് പറയുമ്പോൾ അനാവശ്യ ചെലവ് ഉണ്ടാകാവുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ ഒരു കെയർ വേണം.
ബുധനും ശുക്രനും ഒക്കെ 4-ൽ വരുന്ന സമയമായതുകൊണ്ട് കുടുംബത്തിൽ ചെലവ് കൂടാൻ ഇടയുണ്ട്. ഇപ്പോൾ നമുക്ക് 4-ലൊക്കെ ആ ശുക്രൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോഴും ബുധൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോഴും പൊതുവെ നമ്മൾ വീട്, അതുപോലെ വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും. അതിൻ്റെ ഫലമായിട്ടൊക്കെ ചെലവ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊതുവെ ധനം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് ഈ സമയത്ത് വേണം. ഇനി നമുക്ക് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും വിവാഹ ദാമ്പത്യ ബന്ധം കുടുംബജീവിതമൊക്കെ ജൂലൈ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7-ന് സുഖസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. വിവാഹം ആലോചിക്കുന്നവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിരിക്കും. വിവാഹ ആലോചനകളൊക്കെ ഉണ്ടാകും. കുജനും ഗുരുവൊക്കെ തന്നെ 2-ൽ വരുന്നതും അതുപോലെ 4-ലെ ശുക്രനുമൊക്കെ പൊതുവെ മംഗളകാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. അതുപോലെ രവിയും ശുക്രൻ്റെയൊക്കെ 4-ലെ സാന്നിധ്യമൊക്കെ അതായത് ചെറിയ പ്രശ്നങ്ങൾ, ചില ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഈ കമിതാക്കളുടെയൊക്കെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 5-ലെ ശനിയുടെയൊക്കെ ദൃഷ്ടി, 5-ൽ ശനി ദൃഷ്ടി എന്നുണ്ട്, വക്രദൃഷ്ടിയാണ്. അതുപോലെ രവിയും ശുക്രനും ഒക്കെ 4-ലെ സാന്നിധ്യം, രവിയുടെയൊക്കെ സാന്നിധ്യം കൂടെ ഉള്ളതുകൊണ്ട് പൊതുവെ ചെറിയ പ്രശ്നങ്ങൾ ഒക്കെ തന്നെ കമിതാക്കളുടെ ഭാഗത്തുണ്ടാകാം. അതുപോലെ ദാമ്പത്യ ബന്ധത്തിലേക്ക് വരുമ്പോൾ പൊതുവെ സന്തോഷകരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത്. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ ദമ്പതിമാർക്ക് സാധ്യത കാണുന്നുണ്ട്. എങ്കിൽ തന്നെയും ശുക്രനും രവിയുമൊക്കെ ബുധനുമൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സമയം കൂടെയൊക്കെ ആയതുകൊണ്ട് ചിലർക്ക് ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. ചില നിസ്സാര കാര്യങ്ങളിൽ മേലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നൊക്കെ വരാം. അവിടെയൊക്കെ ഒരു ശ്രദ്ധ വേണം. അതുപോലെ 7-ാം ഭാവാധിപതി എന്ന് പറയുന്നത് 7-ന്റെ 10-ലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിക്കൊക്കെ ചിലപ്പോൾ തൊഴിലുള്ള ജീവിത പങ്കാളിക്ക് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇനി കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ കുടുംബത്തിലൊക്കെ ഒരു മംഗളകാര്യങ്ങളൊക്കെ നടക്കാവുന്ന സമയമൊക്കെയാണ്. കുടുംബജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. അതുപോലെ മറ്റ് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ കുടുംബത്തിലെ അംഗങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ്. അതുപോലെ വീട്, വാഹനം ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ പൊതുവെ 4-ലേക്ക് ശുക്രൻ്റെ സ്ഥിതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ 12 വരെ കുജൻ്റെ ദൃഷ്ടിയും 16 മുതൽ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ ഈ 4-ൽ വരുന്നു. 16 മുതൽ സൂര്യൻ്റെ സ്ഥിതിയൊക്കെ 4-ൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ കുടുംബത്തിലെ പ്രത്യേകിച്ച് നമ്മൾ ഈ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാനൊക്കെ ഒരു ശ്രദ്ധ ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ജൂലൈ 12, 13, 17, 18, 26, 27 ഈ തീയതികൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം അനുകൂല ദിവസങ്ങൾ അല്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കഴിവതും നമ്മൾ ഈ ശുഭകർമ്മങ്ങൾ, അതുപോലെ നമുക്ക് പുതു സംരംഭങ്ങൾ, അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഇവയൊക്കെ കഴിവതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത്. ഇപ്പോൾ മേടക്കൂറിലെ നക്ഷത്രക്കാർക്ക് ചിലർക്ക് മേടലഗ്നം വരാം, മറ്റു ചിലർക്ക് വ്യത്യസ്ത ലഗ്നരാശിയിൽ വരാം. അപ്പോൾ കൂറും ലഗ്നവും ഒന്നായിട്ട് വരുന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യതിയാനമൊന്നും വരാൻ സാധ്യതയില്ല. അതേസമയം ലഗ്നരാശികൾ വ്യത്യസ്തമായിട്ടുള്ള മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ലഗ്നരാശി അറിയാമെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കുക. അത് അവർക്ക് ജൂലൈ മാസത്തെ ഫലത്തിൻ്റെ ഒരു കൃത്യ രൂപം കിട്ടുന്നതിന് സഹായകമാകും. മാത്രമല്ല ലഗ്നഫലത്തിന് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.